പ്രൊഡക്റ്റോ ഒക്കെ തന്നെ പാസ് ചെയ്യാനും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ബിസിനസ്സിന് അവർ അഡ്മിനിസ്ട്രേറ്റീവ് പാനലിൽ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനോ ഒക്കെ ഉള്ളൊരു ടൈമിൻ്റെ ഷോർട്ടൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ കോസ്റ്റ് സേവിങ് ആൻഡ് ലോ പ്രൈസസ് അല്ലേ, നമുക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് പോകാനുള്ളൊരു എഫേർട്ട്, അതിനുള്ള ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതേപോലെ തന്നെ പ്രൈസ്. പിന്നെ ചിലപ്പോൾ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചപ്പോഴും ഭയങ്കര പ്രൈസ് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി നമുക്ക് കുറച്ച് ലോ പ്രൈസിൽ നമുക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആയാലും പ്രോഡക്റ്റ്സ് ആയാലും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊരു അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് അല്ലേ, നമ്മളപ്പോൾ പറഞ്ഞു കസ്റ്റമേഴ്സിൻ്റെ വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതോടുകൂടി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻസ് അല്ലേ, കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും സ്റ്റോർ അടയ്ക്കും എന്നുള്ളൊരു പേടി വേണോ? ഇല്ല, നമുക്ക് ഏത് ടൈമിലും നമുക്ക് എപ്പോഴാണോ നമുക്ക് ഫ്രീ ആണെന്ന് നമുക്ക് തോന്നുന്നത് ആ സമയത്ത് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇ ബിസിനസ് ആയാലും ഒരു ഇ കൊമേഴ്സിൻ്റെ ആയാലും വന്നതോടുകൂടിയുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഇതിലൊരു ട്രാൻസാക്ഷൻ പ്രോസസ്സ് ഉണ്ട് അല്ലേ, നമ്മൾ ഇ കൊമേഴ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിജിറ്റലി നമ്മളൊരു പ്രോഡക്റ്റോ സർവീസസോ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ട്രാൻസാക്ഷൻ പ്രോസസ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സെർച്ചിങ്. അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അത് നമ്മൾ അവരെ വെബ്സൈറ്റ് കയറുന്നു അല്ലേ. ഇപ്പം ആമസോൺ ആണെങ്കിൽ ആമസോണിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ അവരൊരു വെബ്സൈറ്റ്, ഏതാണോ അവരുടെ വെബ്സൈറ്റ് അതിൽ കയറിയിട്ട് നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ നമുക്ക് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് നമ്മളിപ്പോൾ സാരിയാണ് നോക്കുന്നത് വെച്ചാൽ ഒരു സാരി കണ്ടു, ഓക്കെ, ആ സാരി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ ഓർഡർ ചെയ്യുന്നു അല്ലേ. നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ഓർഡർ എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്യുന്നു. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ നമുക്ക് COD ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ പേ ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് എത്തുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയോ Paytm ഏതാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ, ആ രീതിയിൽ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് പ്രൊസീജിയർ കൊടുക്കുന്നു. ദെൻ അതെന്ത് ചെയ്യും, പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യും, അവരത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്ത് ചെയ്യും, നമ്മളെ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു ടൈം പറയും, ചിലപ്പോൾ 2-3 ഡേയ്സിനുള്ളിൽ എന്നുള്ള ടൈം തരും. ആ ടൈമിനുള്ളിൽ അവരെന്ത് ചെയ്യും, അത് ഡെലിവർ ചെയ്യുന്നു. ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്ക് അല്ലേ നമുക്ക് വരും, നമ്മൾ ഫോണിൽ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷൻ വരും നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ. അതിൻ്റെ ഫീഡ്ബാക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നു. ഇതാണ് ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഇത് എല്ലാവരും ചെയ്യുന്നതല്ലേ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതാണ് നമ്മളൊരു പ്രോഡക്റ്റിനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ട്രാൻസാക്ഷൻ പ്രോസസ്സാണ്. സെർച്ച് ചെയ്യുന്നു, ഓർഡർ ചെയ്യുന്നു, പേയ്മെൻറ്റ് എന്താ വെച്ചാൽ കൊടുക്കുന്നു, അത് കഴിഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നു. ഓക്കെ, ദെൻ പ്രിക്വേഷൻസ് ഫോർ സെക്യൂരിറ്റി. അപ്പം നമ്മൾ ഈ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നമ്മൾ ഇപ്പോൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മളെ ബാങ്കിങ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമ്മളെ പേര്, അഡ്രസ്സ്, നമ്മളെ ലൊക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ്, നമുക്കൊരു പ്രോപ്പർ സെക്യൂരിറ്റി ആവശ്യമാണ്. അപ്പം എന്തൊക്കെയാണ് സെക്യൂരിറ്റി പ്രിക്വേഷൻസ്, എന്തൊക്കെ സെക്യൂരിറ്റി പ്രിക്വേഷൻസ് ആണ് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് പാസ്വേഡ്, നമുക്കൊരു ഓൺലൈൻ ഷോപ്പിംഗ് പാസ്വേഡ് ഉണ്ടായിരിക്കും നമ്മളെ സൈറ്റിന്. നമ്മളെ ഫോൺ ആരെയും യൂസ് ചെയ്യുമ്പോൾ നമ്മളിതിൽ കയറിയിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഓൺലൈൻ പാസ്വേഡ് അത് രജിസ്റ്റർ ചെയ്യാൻ, നമ്മളൊരു അക്കൗണ്ട് ഇപ്പം അല്ലേ നമ്മൾ ആമസോണിലൊക്കെ കയറുന്ന സമയത്ത് നമ്മളെ പേരിലൊരു അക്കൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനൊരു പാസ്വേഡ് ലിങ്കൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ് ഓതൻറ്റിഫിക്കേഷൻ അല്ലേ. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, sender of the message must be identified precisely using the offline validation if necessary to avoid any possibility of fraud അല്ലേ. ഓതൻറ്റിഫിക്കേഷൻ നമ്മളാണെന്ന് നമ്മൾ കുറച്ചുകൂടി ജെനുവിൻ ആക്കുക, അതായത് ഫ്രോഡും മറ്റു കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓതൻറ്റിഫിക്കേഷൻ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. എൻക്രിപ്ഷൻ കൊടുക്കുക, അതായത് കൺവേർഷൻ ഡാറ്റ ഇൻടു കോഡ് ദാറ്റ് ഇറ്റ് കനോട്ട് ബി റീഡ് ബൈ, അത് നമ്മളല്ലാതെ വേറൊരാൾ നമ്മളെ ഡാറ്റാസ് റീഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു എൻക്രിപ്ഷൻ മോഡ് പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ നമ്മൾ സെക്യൂരിറ്റീസ് ആണ്, ഓൺലൈൻ പർച്ചേസിങ് സെക്യൂരിറ്റീസ് മെത്തേഡ്സ് ആണ് നമ്മൾ പറയുന്നത്. പാസ്വേഡ്, ഒതൻറ്റിക്കേഷൻ, എൻക്രിപ്ഷൻ, ദെൻ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലേ. ഡിജിറ്റൽ ഇതുമ്പോൾ നമ്മൾ ഇ കൊമേഴ്സിൽ നമ്മളിപ്പം പ്രോഡക്ട്സ് ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിലല്ല, അല്ലാത്ത കുറേ വേറെ ഓപ്ഷൻസിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്,
അപ്പം നമ്മളാണ് എന്താ പറയുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ്, അപ്പോൾ ഇത്രയും എന്താണ് പ്രിക്കോഷൻസ് ആണ് ഫോർ സെക്യൂരിറ്റി, നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട സെക്യൂരിറ്റീസും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. ദെൻ എന്താണ് അപ്ലിക്കേഷൻസ് ഓഫ് ഇ കൊമേഴ്സ്, ഏതൊക്കെ രീതിയിൽ ഏതിലൊക്കെയാണ് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇത് എന്തിലൊക്കെ വരുന്നുണ്ട്, ഈ ബാങ്കിങ്, ഈ ടിക്കറ്റിങ്, ഈ ട്രേഡിങ്, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഇ കൊമേഴ്സ്, ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസ്ഫർ. അതായത് ഈ ബാങ്കിങ് അല്ലേ, ഇന്ന് നമ്മൾ ബാങ്കിങ് സിസ്റ്റം വരെ ഇലക്ട്രോണിക്കലി ആയിട്ടുണ്ട്. അതായത് അപ്പം നമുക്ക് വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് മാത്രമേ എന്തിൽ പോകേണ്ട ആവശ്യമുള്ളൂ, ബാങ്കിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് എന്താണ് നമുക്ക് ടെലി ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ് സെക്യൂരിറ്റി, അതായത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മളെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്, നമ്മൾ ഡെപ്പോസിറ്റ്സ് മൂവ് ചെയ്യുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, ഫണ്ട് അതിലേക്ക് നമ്മളെ ആവശ്യത്തിന് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ബാങ്കിങ് ഫെസിലിറ്റീസ് ആണ് ഇപ്പം നല്ല എല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫോൺ ത്രൂ ആണ് നമ്മളിപ്പം ഇവിടുന്ന് വേറൊരാൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പം ഒരു ഇ കൊമേഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ. then എന്താണ് ഈ ടിക്കറ്റിംഗ് സിസ്റ്റം അല്ലേ. ഇന്ന് നമ്മൾ ഇപ്പം സിനിമയ്ക്ക് പോകണമെങ്കിൽ ശരി, ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, എന്തിനിപ്പം നമ്മൾ ഊബർ ഓട്ടോ വരെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ഇപ്പം ഡിജിറ്റലി ആണല്ലേ, ഇലക്ട്രോണിക്കലി ആണ്, ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് ആണ് ഇപ്പം നടക്കുന്നത് അല്ലേ. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് ആയാലും ഏത് സിനിമയ്ക്കായാലും നമ്മൾ സീറ്റും ബസ് ടിക്കറ്റ് ആയാലും ഒക്കെ എന്തായി ചെയ്യുന്നത്, ഇലക്ട്രോണിക്കലി ഒരു മൊബൈൽ ഫോണും ഒരു നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പം ഇ കൊമേഴ്സ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ടിക്കറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നു. then എന്താണ് ഈ ട്രേഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇ കൊമേഴ്സ്, അതായത് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ട്രേഡ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ട്രേഡിങ്, അതായത് പിന്നെ അധികം മോസ്റ്റ് ഓഫ് പീപ്പിൾസും ഓൺലൈനായിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും. അപ്പം ഈ ട്രേഡിങ്ങിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് ഫോർമാറ്റ് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതേപോലെ ഈ അഡ്വർടൈസിങ് അതായത് പ്രോഡക്ട്സിൻ്റെ ഈ അഡ്വർടൈസിങ്, പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്, അതിൻ്റെ പ്രൊമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും എന്തിൽ വരുന്നു, ഇലക്ട്രോണിക്കലി കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും മേഖലകളിലാണ് ഈ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം മോഡ്സ് ഓഫ് ബിസിനസ്സിൽ 3 മോഡാണുള്ളത്. ഇത് രണ്ടും ഏകദേശം സിമിലർ ആണ്. അതിൽ വരുന്ന അതിൻ്റെ ട്രാൻസാക്ഷൻ പ്രോസസ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും എവിടേക്കാണ് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കിയത്.